ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിജി ഡിങ്കൻ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് RCMന്റെ ഗുഡ് പ്രൊഡക്റ്റായ പ്രോട്ടീസ് ആണ്. 100% വെജിറ്റേറിയൻ, ഹൈ ന്യൂട്രീഷൻ. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് സോയ, പീ പ്രോട്ടീൻ, ഗ്രാം ഫ്ലവർ, കോൺഫ്ലവർ, ഓട്ട് ഫ്ലവർ എന്നിവയാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. ഗോബി മഞ്ചൂരി പോലെ തന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം പ്രോട്ടീസ് മഞ്ചൂരിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോട്ടീസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധന സാമഗ്രികളുടെ ലിസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതെല്ലാവരും നിങ്ങൾ ആദ്യം തന്നെ എടുത്തു വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വലിയ ഗ്ലാസ് വെള്ളമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ പ്രോട്ടീസിൻ്റെ പാക്ക് പൊട്ടിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടുക. 175 ഗ്രാമാണ് പ്രോട്ടീസ് ഉള്ളത്. അപ്പോൾ അത് പാക്കറ്റിൽ നിന്ന് ഫുള്ളായിട്ട് ഈ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് ഡയറക്റ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടേണ്ടതാണ്. ഇതിനകത്തേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി. നമ്മുടെ പ്രോട്ടീസ് ചൂടാറുമ്പോഴേക്കും നമുക്ക് പ്രോട്ടീസ് മാഗ്നറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം. 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 നുള്ള കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ചേർക്കുക. RCMൻ്റെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പലരും ഈ സമയത്ത് കളർ ചേർത്ത് കൊടുക്കും, റെഡ് ഫുഡ് കളർ. ഞാൻ ചേർക്കുന്നില്ല. നന്നായി എല്ലാം മിക്സ് ചെയ്തിട്ട് വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നമുക്ക് റെഡിയാക്കുമ്പോൾ ഒരുമിച്ച് ആദ്യം വെള്ളം ഒഴിക്കരുത്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ലൂസായി പോകും. അപ്പോൾ പ്രോട്ടീസ് അതിൽ ശരിക്കും പിടിക്കില്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്പ്നെസ് കിട്ടാനാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. നല്ലൊരു ഇത്തരത്തിൽ നല്ലൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കാവാനും പാടില്ല, തിന്നാവാനും പാടില്ല. നമ്മുടെ പ്രോട്ടീസ് ഓൾറെഡി ആയിട്ടുണ്ട്. അതൊരു ഊറ്റപ്പാത്രത്തിൽ അത് ഊറ്റാം. അതിനകത്ത് വെള്ളമെല്ലാം വാണ് പൊക്കോട്ടെ. അതിനുശേഷം ഇതിനകത്ത് വലിയ പീസുകളുണ്ടെങ്കിൽ നമുക്കത് ചെറുതാക്കാം. അതിനുശേഷം ഈ ബാറ്ററിൽ മുക്കിയതിട്ട് 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് പ്രോട്ടീസും നന്നായിട്ട് ബാറ്ററിൽ പിടിക്കുകയുള്ളൂ. 20 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രോട്ടീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോട്ടീസ് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിനകത്ത് ഓയിൽ ഒഴിക്കുക. ഞാൻ നമ്മുടെ RCMൻ്റെ ഹെൽത്ത് ഗാർഡ് ഓയിലായ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത്. നമ്മുടെ മാഗ്നറ്റ് ചെയ്ത പ്രോട്ടീസ് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം. ഓയിലിൻ്റെ ചൂട് മീഡിയം ആയിരിക്കണം. ഹൈ ചൂടാണെങ്കിൽ കരിഞ്ഞു പോകും. ലോ ചൂടാണെങ്കിൽ പ്രോട്ടീസ് എണ്ണ കുടിക്കും. ഏകദേശം കറക്റ്റ് ചൂടായിട്ടുണ്ട്. പ്രോട്ടീസ് ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടേണ്ടതുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട്, അതായത് നന്നായി വേവുന്നത് വരെ, ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ വറക്കുക. നമ്മുടെ പ്രോട്ടീസ് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരു കിരുകിരി ശബ്ദം കേൾക്കണം. 2-3 ട്രിപ്പായിട്ട് നമുക്ക് പ്രോട്ടീസ് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ആയിട്ടുണ്ട്. കിലുങ്ങുന്ന ശബ്ദം വരുന്നിട്ടുണ്ട്. നമ്മൾ കോരിയാണ്.
ഇതുപോലെ എല്ലാ പ്രോട്ടീസും നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ സോസ് ഉണ്ടാക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഓയിൽ ഒരുവിധം നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ സബോള ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് 2 പച്ചമുളക് ഇടുക. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 പച്ചമുളകാണ്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. സോസിൻ്റെ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. നിങ്ങൾക്ക് റെഡ് കളർ ആഗ്രഹിക്കുന്നുവെങ്കിൽ റെഡ് കളർ ചേർക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ കളർ ചേർക്കുന്നില്ല. ഉപ്പ് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി ഇതിൽ കുറച്ച് കോൺഫ്ലവർ ചേർക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർക്കുക. ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കോൺഫ്ലവറിന് വേവുണ്ട്, അല്ലെങ്കിൽ ഒരു പച്ചമണം വരും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായി കുറുതാവട്ടെ. ഏകദേശം കുറുതായി നല്ല പരുവമായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി നമ്മളുടെ വറുത്ത് കോരി വെച്ചിട്ടുള്ള പ്രോട്ടീസ് ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇത് സെമി മീഡിയം വെർഷനാണ്. ഡ്രൈയും അല്ല ഗ്രേവിയും അല്ല. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്താൽ മതി. വേറെ റെസിപ്പി എല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോളയും ക്യാപ്സിക്കവും ചേർക്കേണ്ടതുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ പ്രോട്ടീസ് മഞ്ചൂരി, അടിപൊളി പ്രോട്ടീസ് മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള പ്രോട്ടീസ് മഞ്ചൂരി ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല. നോൺ വെജുകാർക്ക് ചില്ലി ചിക്കൻ പോലെ തന്നെയാണ് വെജിറ്റേറിയൻകാർക്ക് പ്രോട്ടീസ് മഞ്ചൂരി. അടിപൊളി, വെരി ടേസ്റ്റി. എല്ലാവരും ചെയ്ത് നോക്കുക, രുചിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.